സുഹൃത്തുക്കളെ, പ്രിയ സുഹൃത്തുക്കളെ, ലിബാമൊക്കെ ഇട്ടോണ്ട് വന്നേക്കോ. ലിബാം നീ പറയുന്നതെല്ലാം ഞാൻ എടുക്കുന്നുണ്ട്. ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ലെമൺ റൈസും ഓണിയൻ റൈസും എല്ലാം കൂടെ മിക്സ് ചെയ്ത റൈസ് ആണ്. നല്ലതായിരിക്കും. രണ്ട് സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇച്ചിരി ഒഴിച്ചോളൂ, എത്തി നോക്കണ്ട, ഇച്ചിരി ഒഴിച്ചോളൂ. അത്രയും പോലെ എടുക്കുന്നതുകൊണ്ടായിട്ട് കൺഫ്യൂഷൻ ആണെന്ന് എനിക്ക് ആദ്യം. സോറി, ഫസ്റ്റ് കണ്ടത് കടുകായിരുന്നു. ഓർത്ത് പച്ചമുളക് എടുത്തില്ല. അടിപൊളിയായിരിക്കും. ഞാൻ അതുകൊണ്ടാണല്ലോ വീഡിയോ തന്നെ ഇടുന്നത്. എന്നെക്കൂട്ട് ഇങ്ങനത്തെ റൈസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും, അല്ലാത്തവർക്ക് ഇഷ്ടപ്പെടുമോന്ന് എനിക്കറിയില്ല. ഇതെന്തോ ചെരിഞ്ഞിരിക്കുന്നേ? അമ്മ വെച്ചാടാ. ഇപ്പഴല്ലേ അമ്മ ചെരിച്ചു, അമ്മ വെച്ചു നേരെ ഇരുന്നതാ. അല്ലല്ല, ഇപ്പഴാ കറക്റ്റ് ആയത്. ഓ ഇതമ്മേ, ഓടേണ്ടി വരുമോ? മലപ്പുറത്ത് ഹോട്ടലിൽ പൊട്ടിത്തെറിച്ചു. ഞാൻ മിനിഞ്ഞാന്ന് 3 ദിവസം അടുപ്പിച്ച് ഓണിയൻ റൈസും കേട്ടാ പൊട്ടി. തീ കുറച്ചോ. അല്ല, പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ ഞാൻ ഓടും. ഞാൻ 3 ദിവസം അടുപ്പിച്ച് ലെമൺ റൈസ് ഓണിയൻ റൈസ് കഴിച്ചു. അമ്മ കണ്ടില്ലല്ലോ, ഉണ്ടായി കഴിഞ്ഞിട്ടല്ലേ അമ്മ കണ്ടേ. ഓ കപ്പല്ലേ, ഞാൻ കൈ വെച്ചാട്ടോ. പേടിയാണ്. കപ്പലണ്ടി ആദ്യം ഇട്ടാടുന്നുണ്ട്. കപ്പലണ്ടി ഇപ്പിടണം. അത് ലാസ്റ്റ് ഇട്ടാ മതി. പച്ചമുളക് ഇടട്ടെ? സവാളയല്ലേ അധികം ഉണ്ട്. അല്ല, ആദ്യം ഇതാണ് ഇടാറുള്ളത്. കൊറേ മുളക് ഇട്ടുണ്ടല്ലോ, എന്തൊരു എരിവായിരിക്കും. എരിയൊന്നും അന്നില്ലായിരുന്നു, എരി കുറവായിരുന്നു. മുളക് പൊടിയും കൂടി ഇടും ഞാൻ. ഇപ്പൊ വെളുത്തുള്ളി ഇട്ടു, പച്ചമുളക് ഇട്ടു. കളി വരട്ടെ. എണ്ണ കുറഞ്ഞു പോയി തോന്നില്ലേ? അതൊക്കെ മതി. വില കൂടാതെ നെച്ചിൽ ഒഴിച്ചു. അത് മതി. നെയ്യ് വില ഒഴിക്കും. നെയ്യുണ്ട് അവിടെ ഇരിപ്പുണ്ട്. സൈഡിലൊക്കെ കുപ്പിയിലാണ്. നെയ്യ് ഒരു ദിവസം ഒഴിച്ചു, പക്ഷെ അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഓണിയൻ റൈസ് ഉണ്ടാക്കിയപ്പോഴായിരുന്നു. ഓണിയൻ റൈസ് 2 പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്, ലെമൺ റൈസ് 1 പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓ എരിവുണ്ട്. പോരെ പോരെ. പച്ചമുളക് ഓപ്ഷണലാ, വേണമെങ്കിൽ വെച്ചാൽ മതി. ചീഞ്ചട്ടി കാണിക്കുന്നുണ്ടല്ലോ അല്ലേ? കാണിക്കുന്നത് മുളകിന്റെ എരിവ് ഞാൻ കുറച്ചിട്ടേക്കുക, അത്ര ഒന്നുമില്ല. വെളുത്തുള്ളി ഒന്ന് ഇതായി ചെറുതായിട്ടൊക്കെ വന്നിട്ടുണ്ട്, ബാക്കി ഇനി ഇതായിക്കോളും. നമുക്ക് സവാള ഇടാം. നമുക്ക് ഇച്ചിരി ചൂട് കുറവാൻ തോന്നും, ഇച്ചിരി ചൂട് കൂട്ടി വയ്ക്കാം. സലാഡ് സൈഡിൽ ഉണ്ടാക്കുന്നുണ്ട്, അണിയറ പ്രവർത്തകർ ഉണ്ടാക്കും. അപ്പൊ ചോറ് അണിയറ പ്രവർത്തകർ ഉണ്ടാക്കിയിട്ടേ സലാഡ്. അത് ആർക്കും ആ ചോറ്റുപാത്രത്തില് എനിക്ക്. ഞാൻ വിചാരിച്ചു ഇനി പൊതിയെട്ടി എണ്ണം പോവാണ്. കപ്പലണ്ടിയും കൂടെ കിട്ടേക്കാം. ഞാൻ വിചാരിച്ച എണ്ണം ചോറ് എടുത്തോണ്ട് അങ്ങോട്ട് പോവാന്ന്. അതെനിക്ക് ഇതിനകത്ത് ഇടാനുള്ളതാണ്. ആണോ? അതെനിക്കറിയുന്നില്ല. അതാ, ഒരു ദിവസം ബിരിയാണി ഒരു ദിവസം നമുക്ക് ഉണ്ടാക്കുമ്പോ വേറെ രീതിയിൽ നമ്മൾ വീഡിയോ എടുത്ത് തരണേ. റേഷൻ കടയിലെ അരി അല്ല, ബിരിയാണി അരി പോലത്തെയാ. അതായത് മതി. എനിക്കങ്ങനെ വലിയ ആഡംബരം ഇല്ല. അന്ന് നമ്മൾ വീഡിയോ എടുത്ത് തരണേ. ഇന്ന് തന്നെ ഞാൻ എന്ത് പറഞ്ഞു, കഷ്ടപ്പെട്ടാണ് വീഡിയോ എടുപ്പിക്കുന്നേ. കൈക്കൂലി കൊടുക്കണം വീഡിയോ എടുപ്പിക്കാൻ. എന്തോ ഒരു പാക്കറ്റ് തൈര് മേടിച്ചാണോ ഈ കണക്ക് പറയുന്നേ? ഓരോ പ്രാവശ്യം വരുമ്പോ ഓരോന്നല്ലേ കൈക്കൂലി വാങ്ങത്തില്ലേ? ഒരു തൈര് നിനക്കും വേണ്ടതല്ലേ സലാഡ്? വാങ്ങിച്ച് നമുക്ക് പെട്ടെന്ന് സവാള ഇതായി വരാൻ വേണ്ടിട്ട് അടുത്തല്ലേ എല്ലാവർക്കും അറിയാൻ. അച്ചാറുണ്ട്, മാങ്ങാച്ചാറ്, അടിപൊളി അച്ചാറ് ഞാൻ ഉണ്ടാക്കിയതാ. അതിന്റെ വീഡിയോ നമ്മള് അടുത്ത സീസണിൽ കടുമാങ്ങയൊക്കെ ഉണ്ടാക്കി തുടങ്ങുന്നതായിരിക്കും. ഇവിടെ എല്ലാരും പിന്നെ ഒപ്പിടുന്നത് മറ്റേ മസാലയുടെ. എനിക്ക് ഈ സവാള പെട്ടെന്ന് ഇതായി വരണം, ക്ഷമയില്ല. 5 മിനിറ്റായി. സവാള ഒന്ന് കളറാവട്ടെ.
പിന്നെ വീഡിയോ എടുക്കുന്നോണ്ടല്ലേ നമ്മള് നേരത്തെ പെട്ടെന്ന് വിപുലീകരിച്ചല്ലാണ്ട് ഉണ്ടാക്കി കഴിച്ച് വേണ്ട സമയം തന്നെ കഴിഞ്ഞു. അണിയറ പ്രവർത്തകർ അണ്ണാ സലാഡ് ഉണ്ടാക്കിയായിരുന്നോ? അണിയറ പ്രവർത്തകർ പൊട്ടിച്ചോപ്പോ എപ്പോഴേ പൊട്ടിച്ചു. അയ്യോ ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടായിരുന്നു അത് പറ്റി. അതാ മിന്മയുടെ തൈരമ്മ കണ്ടിട്ടില്ലേ? അതല്ല, അത് പൊട്ടിക്കുമ്പോ ഞാൻ ഈ കപ്പലിൽ ഇട്ടോണ്ട് എനിക്ക് ഇതിന്റെ അത്ര ആ എരിവെല്ലാം നല്ല എരിവായിരിക്കും. മഞ്ഞപ്പൊടി, മുളകുപൊടി ഇച്ചിരി, മസാല പൗഡർ ഇട്ടുകൊണ്ട മസാലയുടെ മണം. നമുക്ക് ഓണിയൻ റൈസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇപ്പൊ ചോറിട്ട് പരിപാടി ക്ലോസ് ചെയ്യാം. പക്ഷെ ഞാനൊരു ഇപ്പോൾ ഓണിയൻ റൈസിന്റെയും ലെമൺ റൈസിന്റെയും ആദ്യത്തെ ഒരു ഓണിയൻ റൈസ് പ്ലസ് ലെമൺ റൈസിന്റെ ആദ്യത്തെ ഭാഗം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ചോറിടാം. മറ്റേ റൈസ് ആണെങ്കിലാട്ടോ ഒന്നുകൂടെ നല്ല രസം കാണാനൊക്കെ. ഏതായാലും കുഴപ്പമില്ല, കഴിച്ചാൽ പോരെ. നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ മിക്സിംഗ് പരിപാടി ഏകദേശം കഴിയാറായി. നമ്മൾ ലെമൺ റൈസും ഒണിയൻ റൈസൊക്കെ ഉണ്ടാക്കുന്നതല്ലേ, അതെല്ലാം കൂടെ ഒരുമിച്ച് പോലെ അങ്ങ് ഉണ്ടാക്കി പിന്നെ കുറച്ച് മസാലയൊക്കെ ഇട്ടു. അത്രേ ഉള്ളൂ. ഈ ഫ്രൈഡ് റൈസിൽ മിക്സ്ഡ് ഫ്രൈഡ് റൈസ് ഇല്ലേ, അതേപോലെ ഈ റൈസിൽ ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. ലെമൺ റൈസ് പ്ലസ് ഓണിയൻ റൈസ്, പിന്നെ എന്തോ പേരിടുന്ന എനിക്കറിയില്ല. മസാലയൊക്കെ ഇട്ട് എല്ലാം കൂടി മിക്സഡ് റൈസ് റെഡി ആയിട്ടാണ്. നമുക്കൊന്ന് ആദ്യം ഒന്ന് അടച്ചു വെക്കാം. അയ്യോ, അടച്ചു വെക്കുകയാണെങ്കിൽ പാത്രം അടപ്പ് ചെറുതായി പോയി. ക്ലോസ്ഡ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാം. പിന്നെ ഇവിടെ അപ്പയ്ക്കും അമ്മയ്ക്കും വേണ്ടി ചോറിൻ്റെ കൂടെ കഴിക്കാൻ പാവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് 1-2 എടുത്ത് നോക്കിയതാണ്. ഞാനത് ഈ റൈസിൻ്റെ കൂടെ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ എടുത്ത് കഴിച്ചായിരുന്നു. നിങ്ങൾക്കത് ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാകും. ദാ ഈ പ്ലേറ്റ് തുറന്നപ്പോൾ എന്തൊരു മണമെന്നറിയോ. ഞാൻ ഉണ്ടാക്കിയോണ്ടല്ല, നല്ല അടിപൊളി ഫ്ലേവർ എന്ന് വെച്ചാൽ നല്ല അടിപൊളി മണമായിരുന്നു. മറ്റേ ബിരിയാണി ഉണ്ടാക്കുന്ന റൈസ് ഉണ്ടല്ലോ, അതിൽ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സലാഡും പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ്. സലാഡിൻ്റെ കൂടെയാണ് ഞാൻ കഴിച്ചത്. പപ്പടം ഇല്ലായിരുന്നു. സലാഡും അച്ചാറും പാവയ്ക്ക മെഴുക്കുവരട്ടി പിന്നെ ചുമ്മാ എടുത്തതായിരുന്നു. പിന്നെ ലാസ്റ്റ് അടച്ചു വെക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില ഇടാട്ടോ. ഇവിടെ മല്ലിയില ഇന്ന് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ മല്ലിയില ഇടാത്തത്. മല്ലിയിലയും കൂടി ഇട്ട് വെച്ചിട്ടാണെങ്കിൽ കുറച്ചും കൂടെ ആ ഒരു മല്ലിയിലയുടെ ഫ്ലേവറും കൂടെ വരുന്നതായിരിക്കും. അങ്ങനെ ആദ്യം ഞാൻ ആവശ്യത്തിനുള്ള റൈസ് ഇങ്ങനെ പ്ലേറ്റിൽ എടുത്തിട്ടുണ്ട്. അപ്പം അമ്മ പറയുമായിരുന്നു നല്ല മണമൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുമായിരുന്നു. പിന്നെ മറ്റേ റൈസ് വെക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കി വെക്കാൻ അനിയന് കൊടുക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇതാണ്ട് മെഴുക്കുവരട്ടി എനിക്ക് സെപ്പറേറ്റ് കഴിക്കാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചുമ്മാ എടുത്തതാണ്. പിന്നെ അമ്മ മാങ്ങാക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ ഈ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അടുത്ത സീസണിൽ കടുമാങ്ങ ഇങ്ങനെ ഉണ്ടാക്കണം സെയിൽ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. നമുക്ക് നോക്കാം. ആക്ച്വലി അമ്മ ഞങ്ങളുടെ ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞങ്ങളുടെ ബ്രാഹ്മിൻ സ്റ്റൈൽ കടുമാങ്ങയൊക്കെയാണ്. അപ്പോൾ ആ സീസൺ ടൈമിൽ ഉണ്ടാക്കുമ്പോൾ നിങ്ങളോടൊക്കെ പറയാം. നിങ്ങൾക്ക് വേണ്ടവർ ഓർഡർ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സെയിൽ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇത് സലാഡും എടുത്തു. പപ്പടവും ഇല്ലായിരുന്നു. പപ്പടം ഉണ്ടെന്ന് ചോദിച്ചിരുന്നതായിരുന്നു, പക്ഷെ പപ്പടം ഇല്ലായിരുന്നു. അങ്ങനെ റൈസൊക്കെ കഴിച്ച് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ നല്ല ഫ്ലേവറും നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ലതാണ്. നിങ്ങൾക്ക് ഒരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.